Hello, everybody. Welcome to English Speaking Course. Hope you all are keeping safe and healthy. If you're watching my channel for the first time, please don't forget to subscribe. If you're really interested to learn English, video full കാണണം സ്കിപ്പ് ചെയ്യരുത്. Let's begin. First ഞാൻ മലയാളം സെൻറ്റൻസ് ആണ് പറയാൻ പോകുന്നത്. You will try to make this into English. എന്നെ തെറ്റിദ്ധരിക്കരുത്. How can we say this in English? Don't get me wrong. Don't get me wrong. Let's see how we can use this sentence. ഈ സെൻറ്റൻസ് നിങ്ങൾ ഇതുപോലെ തന്നെ ബൈ ഹാർട്ട് പഠിച്ചു വെച്ചോളൂ. സപ്പോസ് നമ്മൾ എന്തെങ്കിലും കാര്യം പറഞ്ഞത് ആർക്കെങ്കിലും ഇഷ്ടപ്പെട്ടില്ല നമുക്ക് തോന്നുന്നുണ്ട്, അപ്പോൾ നമുക്ക് പറയാം ഡോണ്ട് ഗെറ്റ് മീ റോങ്, എന്നെ തെറ്റിദ്ധരിക്കരുത്, ഞാൻ അങ്ങനെ ഉദ്ദേശിച്ചിട്ടല്ല പറഞ്ഞത്. അതാണ് ഈ സെൻറ്റൻസിൻ്റെ അർത്ഥം. Here is our next sentence. Please try to make this in English. ഇവിടെ വന്നതിൽ ഞാൻ സന്തുഷ്ടമാണ്. How can we say this in English? I'm happy to be here. I'm happy to be here. ഞാൻ പ്രൊനൗൺസ് ചെയ്യുമ്പോൾ നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടാവും ഐ ആം ഹാപ്പി എന്നൊന്നും ഞാൻ ഇങ്ങനെ വേർഡ് ബൈ വേർഡ് എടുത്ത് പറഞ്ഞിട്ടില്ല. ഐ ആം എന്ന് ഞാൻ ഷോർട്ട് ആക്കിയിട്ട് ആം ഹാപ്പി ടു ബി ഹിയർ. ഇഗെയിൻ ഇത് എപ്പോഴാണ് യൂസ് ചെയ്യേണ്ടത്? നമ്മൾ സപ്പോസ് ആരെങ്കിലും പാർട്ടിക്ക് പോയിട്ടുണ്ട് അല്ലെങ്കിൽ ആരെങ്കിലും വീട്ടിൽ പോയിട്ടുണ്ട്, അപ്പോൾ നമ്മൾ സന്തോഷം എക്സ്പ്രസ് ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്കിങ്ങനെ പറയാം ഐ ആം ഹാപ്പി ടു ബി ഹിയർ. Now try to translate this simple sentence into English. എൻ്റെ പുസ്തകം എവിടെ? Where is my book? Where is my book? എവിടെയെന്ന് പറയാൻ വേണ്ടിയിട്ട് നമ്മൾ where ആണ് യൂസ് ചെയ്തിട്ടുള്ളത്. സോ പുസ്തകത്തിൻ്റെ പകരം ഏത് സാധനം നമുക്ക് എവിടെയാണ് ചോദിക്കാൻ വേണ്ടിയിട്ട് ഈ മോഡലിൽ ചോദിക്കാം. This is another simple sentence. അവൻ ഉറങ്ങുകയാണ്. ആരെങ്കിലും നമ്മളെ വീട്ടിൽ വന്നിട്ട് നമ്മളോട് ചോദിക്കുന്നത് അവൻ എവിടെയാണ്, അവൻ ഉറങ്ങുകയാണ് നമുക്ക് പറയേണ്ട ആവശ്യം വരാറുണ്ട്. പ്ലസ് ഫോൺ ചെയ്തിട്ട് ആരെങ്കിലും നമ്മളോട് ചോദിക്കുന്നത് അവൻ എവിടെയാണ് അല്ലെങ്കിൽ അവൾ എവിടെയാണ്, അവൾ ഉറങ്ങുകയാണ് അല്ലെങ്കിൽ അവൻ ഉറങ്ങുകയാണ്. ഇത് വളരെ ബേസിക് സിമ്പിൾ ആൻഡ് യൂസ്ഫുൾ സെൻറ്റൻസ് ആണ്. ഇതെങ്ങനെയാണ് നമ്മൾ ഇംഗ്ലീഷിൽ പറയുക? ഹി ഈസ് സ്ലീപ്പിംഗ്. ഹി ഈസ് സ്ലീപ്പിംഗ്. ഇനി അവളാണെങ്കിൽ ഷീ ഈസ് സ്ലീപ്പിംഗ്. ഇനി റാമാന്ന് പറയണമെങ്കിൽ നമുക്ക് പറയാം റാം ഈസ് സ്ലീപ്പിംഗ്. ഞാൻ വിശ്രമിക്കട്ടെ. നമ്മൾ നല്ല പോലെ ടയേർഡ് ആകുമ്പോൾ നമ്മളിത് പറയാറുണ്ട്. ഹൗ ക്യാൻ വി സേ ദിസ് ഇൻ ഇംഗ്ലീഷ്? Let me take rest. Let me take rest. Let me ഇങ്ങനെ സ്ട്രെസ് ചെയ്ത് പറയണ്ട. We can say it together. Let me take rest. ഇനി മുന്നോട്ട് പോകേണ്ട മുന്നേ ഒരു ചെറിയ എക്സ്ക്യൂസ്, മൈ വോയിസ് ഈസ് ബ്രോക്കൺ അല്ലെങ്കിൽ മൈ വോയിസ് ഈസ് ക്രാക്ഡ്. ബിക്കോസ് ഞാൻ ഡെയിലി ഇപ്പോൾ കുറേ ക്ലാസ്സുകൾ എടുക്കുന്നുണ്ട്, എൻ്റെ ശബ്ദം പോയിട്ടാവുള്ളേ. സോ പ്ലീസ് ഇഗ്നോർ മൈ ഡിയർ സബ്സ്ക്രൈബേഴ്സ്. നിങ്ങൾക്ക് കാണാം നമ്മളെ നെക്സ്റ്റ് സെൻറ്റൻസ്. ഇതിനെക്കുറിച്ച് താങ്കൾക്ക് എന്ത് തോന്നുന്നു അല്ലെങ്കിൽ ഇതിനെക്കുറിച്ച് നിനക്ക് എന്ത് തോന്നുന്നു, അതെങ്ങനെയാണ് നമ്മൾ ഇംഗ്ലീഷിൽ പറയാം? What do you think about this? What do you think about this? ഏതെങ്കിലും കാര്യത്തിനെ കുറിച്ച് നമുക്ക് അഭിപ്രായം അറിയണമെങ്കിൽ നമുക്ക് ഈ രീതിയിൽ ചോദിക്കാം. What do you think about this? ആരോ വരുന്നുണ്ട്. നമ്മളെ വീട്ടിൽ നമ്മൾ ജോലികൾ ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ സപ്പോസ് നമുക്ക് നമ്മൾ ഗേറ്റ് ഓപ്പൺ ചെയ്യേണ്ട ഒരു സൗണ്ടൊക്കെ കേട്ടാൽ നമ്മൾ പറയാറില്ലേ ആരോ വരുന്നുണ്ട്. അതെങ്ങനെ ഇംഗ്ലീഷിൽ പറയാ? Someone is coming. Someone is coming. ഇത് വീണ്ടും സംഭവിക്കുമോ? ഏതെങ്കിലും കാര്യം വീണ്ടും സംഭവിക്കുമോ അറിയണമെങ്കിൽ നമ്മളിങ്ങനെ ചോദിക്കാറുണ്ട്. Will it happen again? Will it happen again? സപ്പോസ് നമ്മളെ അടുത്തുനിന്ന് എന്തെങ്കിലും തെറ്റ് പറ്റി, അപ്പോൾ നമ്മൾ പറയാറില്ലേ അത് എൻ്റെ തെറ്റായിരുന്നു. How can we say this in English? It was my mistake. It was my mistake. എന്നെ അനുവദിക്കൂ.
ഏതെങ്കിലും കാര്യം ചെയ്യാൻ വേണ്ടിയിട്ട് പെർമിഷൻ ചോദിക്കാൻ നമ്മളിങ്ങനെ പറയാറുണ്ട്. എന്നെ അനുവദിക്കൂ. അത് ഇംഗ്ലീഷിൽ വളരെ ഷോർട്ടായിട്ട് നമുക്ക് പറയാം, allow me. allow me. പേടിക്കല്ലേ. പേടിക്കല്ലേ. സപ്പോസ് നമ്മൾ എന്തെങ്കിലും തെറ്റ് ചെയ്തു ജോലി സ്ഥലത്ത്, അല്ലെങ്കിൽ എന്തെങ്കിലും പേടിക്കേണ്ട സംഭവമൊക്കെ നടക്കുന്നുണ്ട്, അപ്പോൾ നമ്മൾ പറയാറില്ലേ പേടിക്കണ്ടേ. അത് ഇംഗ്ലീഷിൽ വളരെ ബ്യൂട്ടിഫുൾ ആയിട്ട് നമുക്ക് പറയാം, ഡോണ്ട് പാനിക്. ഡോണ്ട് പാനിക്. Now look at this sentence in Malayalam. It seems to be big. വലിയ സെൻറ്റൻസ് ആണ്. ബട്ട് ഇംഗ്ലീഷിൽ പറയുമ്പോൾ നമുക്ക് വളരെ ഈസി ആയിട്ട് ഷോർട്ടായിട്ട് ഇത് പറയാം. ഞാൻ അവിടെ ഉണ്ടായിരുന്നെങ്കിൽ എന്ന് ഞാൻ ആഗ്രഹിക്കുന്നു. അതെങ്ങനെ നമ്മൾ ഇംഗ്ലീഷിൽ പറയാം? എന്ന് ഞാൻ ആഗ്രഹിക്കുന്നു. അത് നമുക്ക് ഫസ്റ്റ് പറയാം, ഐ വിഷ്. അത് കഴിഞ്ഞിട്ട് നമുക്ക് പറയാം, ഐ കുഡ് ബി there. സിമ്പിളായിട്ട് പറഞ്ഞു, ഐ വിഷ് ഐ കുഡ് ബി there. ഐ വിഷ് ഐ കുഡ് ബി there. അതുപോലത്തെ സെൻറ്റൻസ് ആണ് ഇത്. എനിക്ക് കൂടുതൽ സമ്പാദിക്കാൻ കഴിയണേ ഞാൻ ആഗ്രഹിക്കുന്നു. സോ നേരത്തെ പറഞ്ഞ പോലെ തന്നെ നമുക്ക് ഈ സെൻറ്റൻസും പറഞ്ഞ് ട്രൈ ചെയ്യാം. What we can do? I wish I could earn more. സോ പാറ്റേൺ കണ്ടില്ലേ? ഞാൻ ആഗ്രഹിക്കുന്നു എന്ന് പറയാൻ വേണ്ടിയിട്ട് നമ്മൾ ഐ വിഷ് ഐ കുഡ്, അത് കഴിഞ്ഞിട്ട് എന്താ കാര്യം അതവിടെ ആഡ് ചെയ്തു. സോ നമുക്ക് മനസ്സിലായി, നമ്മൾ ആഗ്രഹം പറയാൻ വേണ്ടിയിട്ട് നമുക്ക് ഐ വിഷ് ഐ കുഡ് എന്ന് ഫ്രേസ് യൂസ് ചെയ്തതിന് ശേഷം എന്താണോ ആഗ്രഹം അത് അവിടെ കൂട്ടിച്ചേർത്ത് പറയാം. ഫോർ എക്സാമ്പിൾ, ഐ വിഷ് ഐ കുഡ് ഫ്ലൈ. എനിക്ക് പറക്കണം എന്നുള്ള ആഗ്രഹമുണ്ട്. ഐ വിഷ് ഐ കുഡ് സിങ്. ഇതുപോലത്തെ ചെറിയ ചെറിയ സെൻറ്റൻസും നമുക്ക് ആക്കാം. വളരെ സിമ്പിളായിട്ട് ആക്കാം. ഒരു പാറ്റേൺ പഠിച്ചു വെച്ചാൽ നമുക്ക് ബാക്കി സെൻറ്റൻസസ് അതുപോലെ ഫ്രെയിം ചെയ്യാം. സോ ഹോപ്പ് ദ വീഡിയോ വാസ് യൂസ്ഫുൾ ഫോർ യു ഓൾ. താങ്ക്സ് ഫോർ വാച്ചിങ്.